Hello students, welcome back to my channel. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് പുതിയൊരു പ്ലേലിസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം. അപ്പോൾ എല്ലാവരുടെയും വോട്ടൊക്കെ കണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് വേണം എന്ന് എനിക്ക് തോന്നി ഈ ഒരു സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഫുൾ നോട്ടൊന്നും അല്ല ഇടുന്നത്. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ മൊഡ്യൂളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ട് നമുക്കത് നോക്കാം. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ എല്ലാ മൊഡ്യൂൾസിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് മിനിറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും സപ്ലി എക്സാമിന് വേണ്ടിയുള്ളവർക്കും എല്ലാം ഈ വീഡിയോ, ഈ ഒരു പ്ലേലിസ്റ്റ് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം. അതുപോലെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് എനിക്ക് ഇനി ഫ്യൂച്ചറിലാണെങ്കിലും ഈ ഒരു സബ്ജക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഡാറ്റ സ്ട്രക്ചേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആപ്റ്റിറ്റ്യൂഡ് എക്സാംസിൻ്റെ അകത്തൊക്കെ, ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം ഈ ഒരു സബ്ജക്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1-ലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറച്ച് ആൻസേഴ്സും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്, പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ട ബോട്ടം അപ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ഏതൊക്കെയാണ്. ദെൻ ഫ്രീക്വൻസി കൗണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് ഫ്രീക്വൻസി കൗണ്ട് വർക്കൗട്ട് ചെയ്യുന്ന സംഭവമുണ്ട്. അതുപോലെ തന്നെ സ്പേസ് കോംപ്ലക്സിറ്റി, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്പേസ് കോംപ്ലക്സിറ്റിയും ടൈം കോംപ്ലക്സിറ്റിയും. ഷുവറായിട്ട് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യന് ഇതിൻ്റെ ഈ ഒരു കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ളതാണ്. അതുപോലെ തന്നെ അൽഗോരിതം അല്ലെങ്കിൽ സ്യൂഡോ കോഡ് എഴുതാൻ പറയും, ലീനിയർ സെർച്ച് അങ്ങനെയുള്ള സംഭവത്തിലേക്ക്. അപ്പോൾ നമുക്ക് ലീനിയർ സെർച്ചിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബെസ്റ്റ് കേസും വേസ്റ്റ് കേസും ആയിരുന്നു നോക്കാം. ദെൻ മോഡുലാർ പ്രോഗ്രാമിംഗ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടോപ്പ് ഡൗണും ബോട്ടം അപ്പ് അപ്രോച്ചും ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ് ഡൗൺ അപ്രോച്ച് ഒരു ബിഗ് മൊഡ്യൂൾ ഓഫ് പ്രോബ്ലത്തിനെ ചെറിയ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച്. അതെ, ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ മേളിൽ നിന്ന് താഴോട്ട്, ആ ഒരു വാക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മേളിൽ നിന്ന് താഴോട്ട് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ചെറിയ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ സ്മോളർ മൊഡ്യൂൾസ് ആക്കും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ ചെറിയ മൊഡ്യൂൾസ് നമ്മൾ അതിൻ്റെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഒരു ആൻസേഴ്സ് എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഒരു വലിയ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ചെറിയ മൊഡ്യൂൾസ് ആയിട്ട് ചെയ്ത് നമുക്കത് വലുതാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് ടോപ്പ് ഡൗൺ അപ്രോച്ച്. വലിയൊരു പ്രോബ്ലം ഉണ്ട്, അതിനെ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്തു, വീണ്ടും ഡിവൈഡ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സംഭവം അത് പല ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്ത് അത് ഫൈനലായിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടാൻ പറ്റും. ഓക്കെ, ഒരു വലിയ പ്രോബ്ലം ഒറ്റയടിക്ക് നമുക്ക് എന്തായാലും ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ഇറ്റ് യൂസസ് ദ ഡീകമ്പോസിഷൻ അപ്രോച്ച്. ഇപ്പോൾ ഒരു ഡീകമ്പോസിഷൻ അപ്രോച്ച് എങ്ങനെയാണ് നമ്മൾ ബയോളജിക്കകത്ത് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞ സാധനം പഠിക്കുന്നുണ്ട് അല്ലേ? അതായത് ഒരു വലിയൊരു സംഭവം, ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും ഡീകമ്പോസ് ചെയ്യുന്നത്? പയ്യെ അതിൻ്റെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അങ്ങനെ ചെറിയതായിട്ട് വന്നിട്ടാണ് ഡീകമ്പോസിഷൻ വരുന്നത്. അപ്പോൾ അതുപോലെയാണ് ഓരോ സാധനം ഡിവൈഡ് ചെയ്ത് വരികയാണ്. ഓക്കെ, ഈ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ജനറലി യൂസ് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ടുള്ള C, COBOL, ഫോർട്രെയിൻ അങ്ങനെയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഈ പറയുന്ന നമ്മുടെ ടോപ്പ് ഡൗൺ അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. ഇനി ജനറലി യൂസ്ഡ് വിത്ത് ഡോക്യുമെന്റേഷൻ ഓഫ് മൊഡ്യൂൾ ആൻഡ് ഡീബഗിംഗ് കോഡ്. ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മൊഡ്യൂൾ ഡോക്യുമെന്റേഷനും കോഡ് ഡീബഗ് ചെയ്യാൻ വേണ്ടിയും അങ്ങനെയുള്ള പ്രോസസ്സിനൊക്കെയാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത്? പ്രോബ്ലത്തിനെ ചെറിയ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ദ പാർട്സ് ഇൻടു പാർട്സ് സൂൺ ആൻഡ് നൗ ഈച്ച് ഓഫ് ദ പാർട്സ് വിൽ ബി ഈസി ടു ഡു. ഒരു വലിയ പ്രോബ്ലം ഉണ്ട്, അതിന് ചെറിയ പാർട്സ് ആക്കും, ആ പാർട്സിനെ പെട്ടെന്ന് തന്നെ അടുത്ത പാർട്സ് ആക്കും. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യും? ഈ പാർട്സിനെ നമുക്കപ്പോൾ ഏറ്റവും ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇനി നെക്സ്റ്റ് ആണ് ബോട്ടം അപ്പ് അപ്രോച്ച്. എന്താണ് ബോട്ടം അപ്പ്? ടോപ്പ് ഡൗൺ അപ്രോച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ വിചാരിക്കുക. ഓക്കെ, ടോപ്പ് ഡൗൺ എന്ന് മേളിൽ താഴോട്ട്, അപ്പോൾ ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മേളിലോട്ട്. എങ്ങനെയാണെന്ന് നോക്കാം. സ്മോളർ പ്രോബ്ലംസ് ആർ സോൾവ്ഡ്. ചെറിയ പ്രോബ്ലംസ് ആദ്യം സോൾവ് ചെയ്തെടുക്കും. ആൻഡ് ദെൻ ദീസ് പ്രോബ്ലംസ് ആർ ഇൻ്റഗ്രേറ്റഡ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ടു എ ബിഗർ പ്രോബ്ലം. ഓക്കെ, ചെറിയ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് അങ്ങനെ അതിൻ്റെ ആൻസേഴ്സ് എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ബിഗർ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കും. ഒരു ബിഗർ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. അപ്പോൾ അതിനെയാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. Therefore ഇറ്റ് യൂസസ് കോമ്പോസിഷൻ അപ്രോച്ച്. മറ്റേടത്ത് നമ്മൾ എന്തായിരുന്നു? ഡീകമ്പോസിഷൻ. ഇവിടെ എന്താണ്? കോമ്പോസിഷൻ. എല്ലാവരെയും കമ്പൈൻ ചെയ്തുള്ള പരിപാടിയാണ് ബോട്ടം അപ്രോച്ചിൽ നടക്കുന്നത്. ഇത് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മറ്റേടത്ത് പറഞ്ഞു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇപ്പം ഇവിടെ എന്താ പറയുന്നത്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം സച്ചസ് C++, ജാവ, പൈത്തൺ ഇങ്ങനെയുള്ള ലാംഗ്വേജസ് ആണ് ബോട്ടം അപ്പ് അപ്രോച്ച് യൂസ് ചെയ്യുന്നത്.
ഇനി ഡാറ്റ എൻകാപ്സുലേഷൻ, ഡാറ്റ ഹൈഡിങ് ഇസ് ഓൾസോ ഈ ഒരു അപ്രോച്ചിൻ്റെ അകത്ത് ഡാറ്റ എൻകാപ്സുലേഷൻ, ഡാറ്റ ഹൈഡിങ് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓൾസോ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദിസ് അപ്രോച്ച്. ദ ബോട്ടം അപ്പ് അപ്രോച്ച് ഇസ് ജനറലി യൂസ്ഡ് ഇൻ ടെസ്റ്റിംഗ് മൊഡ്യൂൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ജനറലി ബോട്ടം അപ്പ് അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചിൻ്റെ കേസിൽ ഒരു സംഭവം പറഞ്ഞായിരുന്നു അല്ലേ? അതായത് ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഡോക്യുമെന്റേഷൻ ഓഫ് മൊഡ്യൂൾ, ഡീബഗിംഗ് കോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ടോപ്പ് അപ്പ് അപ്രോച്ച് പറഞ്ഞത്. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ജനറലി യൂസ്ഡ് ഇൻ ടെസ്റ്റിംഗ് മൊഡ്യൂൾസ്. ഓക്കെ, നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ ഡിഫറൻഷിയേറ്റ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ആൻസർ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ടാബുലർ ഫോമിൽ കൊടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ടാബുലർ ഫോമിൽ ഈ ആൻസർ, അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കണ്ടന്റ് ഒക്കെ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ ടോപ്പ് ഡൗൺ അപ്രോച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ബോട്ടം അപ്രോച്ച് ഹെഡിങ് കൊടുത്തിട്ട് അവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, നമ്മളിപ്പോൾ കാണിച്ച പോലെ. എന്നിട്ട് ഒരു ടാബുലർ ഫോം ഒക്കെ വരച്ചിട്ട് അടിപൊളിയായിട്ട് ആൻസർ റെപ്രസെൻറ്റ് ചെയ്യുക. സോ നമുക്ക് നോക്കാം, ഇതിൻ്റെ ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത്, ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും. ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഇസ് ബ്രോക്ക് ഡൗൺ ഇൻ ടു സ്മോളർ പാർട്സ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞാണ് ഒരു പ്രോബ്ലം ഉണ്ടാകും, അതിനെ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മറ്റേ ബോട്ടം അപ്പ് അപ്രോച്ചിൻ്റെ പ്രത്യേകത എന്താണ്? സ്മോളർ പ്രോബ്ലത്തിനെ ആദ്യം സോൾവ് ചെയ്യുന്നു. ഇനി എന്താണ് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കാം? ടോപ്പ് ഡൗൺ അപ്രോച്ച് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ടുള്ള C, COBOL, FORTRAN ഒക്കെയാണ്. മറ്റേ ബോട്ടം അപ്രോച്ചിൻ്റെ കാര്യത്തിൽ എന്താ? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, പ്രയോറിറ്റി സച്ച് C++, ജാവ, പൈത്തൺ ഒക്കെയാണ്. ഇനി ഇതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ടോപ്പ് ഡൗൺ അപ്രോച്ച് യൂസ് ചെയ്യുന്നത് ഡോക്യുമെന്റേഷൻ ഓഫ് മൊഡ്യൂൾ, ഡീബഗിംഗ് കോഡ്, മറ്റേടത്ത് മൊഡ്യൂൾസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഡസ് നോട്ട് റിക്വയർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ. ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ ഈ മൊഡ്യൂൾസ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താ? ഒരു വലിയ പ്രോഗ്രാം അതിനെ നമ്മൾ പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് പ്രോബ്ലം ചെറിയ പാർട്സ് ആക്കുന്നു, എന്നിട്ട് അത് തമ്മിൽ അങ്ങ് ചെയ്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു മൊഡ്യൂൾസ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ബോട്ടം അപ്രോച്ചിൻ്റെ കാര്യത്തിൽ ചെറിയ സാധനം ചെയ്തിട്ട് വേണം അതിനെ എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മൊഡ്യൂൾസ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം ഉണ്ട്. ഇനി അടുത്താണ് റിഡൻഡന്റ് ഇൻഫോർമേഷൻ ആയിരിക്കും അതിൻ്റെ അകത്തുള്ളത് ടോപ്പ് ഡൗൺ അപ്രോച്ചിൻ്റെ കാര്യത്തിൽ. ബോട്ടം അപ്രോച്ചിൻ്റെ കാര്യത്തിൽ എന്താണ്? ഡസ് നോട്ട് കണ്ടെയ്ൻ റിഡൻഡന്റ് ഇൻഫർമേഷൻ. ഇനി ഡീകമ്പോസിഷൻ അപ്രോച്ചാണ് ടോപ്പ് ഡൗണിനകത്ത് യൂസ് ചെയ്യുന്നത്. ബോട്ടം അപ്പത്തിനകത്ത് എന്താണ്? കോമ്പോസിഷൻ അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ഓൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് പ്ലാറ്റ്ഫോം. ഈ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഏതാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മളിത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി ബോട്ടം അപ്രോച്ചിൻ്റെ കാര്യത്തിൽ എന്താണ്? ഡാറ്റ എൻകാപ്സുലേഷൻ, ഡാറ്റ ഹൈഡിങ് ഈസ് ഇംപ്ലിമെൻറ്റ്. ഈ ഒരു അപ്രോച്ചിനകത്ത് ഡാറ്റ എൻകാപ്സുലേഷനും ഡാറ്റ ഹൈഡിങ്ങും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ, മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണല്ലേ. അപ്പോൾ എന്തൊക്കെയാ? ടോപ്പ് ഡൗൺ ഓപ്പറേഷൻ്റെ മെയിൻ കോൺസെപ്റ്റ് പറയുക, ഏതൊക്കെ ലാംഗ്വേജസ് ആണ് അത് യൂസ് ചെയ്യുന്നത് പറയുക, എന്തിനാണ് ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യുന്നതെന്ന് പറയുക, അതുപോലെ തന്നെ മൊഡ്യൂൾസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം, പിന്നെ അതിൻ്റെ അകത്ത് റിഡൻഡന്റ് ഇൻഫർമേഷൻ ആണോ അല്ലയോ അങ്ങനെയുള്ള കാര്യം പറയുക. ദെൻ ഡീകമ്പോസിഷൻ ആണോ കമ്പോസിഷൻ ആണോ അത് പറയുക. ദെൻ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം, അങ്ങനെ അതിൻ്റെ ചെറിയ എന്തെങ്കിലും എക്സ്ട്രാ ഒരു ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സുഖമായിട്ട് 3 or 4 3 മാർക്കായിരിക്കും, മിക്കവാറും 3 മാർക്സിനായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. 3 മാർക്സ് സുഖമായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വാട്ട് ഈസ് ഫ്രീക്വൻസി കൗണ്ട്? എന്താണ് ഫ്രീക്വൻസി കൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ഹൗ ഫ്രീക്വൻസി കൗണ്ട് ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് ദ റണ്ണിംഗ് ടൈം ഓഫ് ആൻ അൽഗോരിതം. ഒരു അൽഗോരിതത്തിൻ്റെ റണ്ണിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ഫ്രീക്വൻസി കൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഫ്രീക്വൻസി കൗണ്ട് എന്താണെന്ന് ചോദിച്ചു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള നമ്മൾ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്, മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ലാസ്റ്റും ഇതുമെല്ലാം 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കപ്പോൾ ഫ്രീക്വൻസി കൗണ്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ നോക്കിക്കേ, ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ്സ് ആണുള്ളത്. ഫ്രീക്വൻസി കൗണ്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് കൗണ്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അസിംപ്റ്റോണിക് നൊട്ടേഷൻ നോക്കുക. അപ്പോൾ എന്താണ് ഈ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു വലിയ പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടംപോലെ സൊല്യൂഷൻ്റെ അകത്ത് എങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ബെസ്റ്റ് സൊല്യൂഷനെ കണ്ടുപിടിക്കും? ബെസ്റ്റ് സൊല്യൂഷനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 2 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്നെങ്കിൽ
ടൈം കോംപ്ലക്സിറ്റി നോക്കുക, അല്ലെങ്കിൽ സ്പേസ് കോംപ്ലക്സിറ്റി നോക്കുക. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ ആ പ്രോഗ്രാം ആ ഒരു പ്രോബ്ലത്തിനെ ആ ഒരു സൊല്യൂഷൻ സോൾവ് ചെയ്തെടുത്തു, അതാണ് ടൈം കോംപ്ലക്സിറ്റി. അല്ലെങ്കിൽ സ്പേസ് കോംപ്ലക്സിറ്റി നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും കുറവ് ടൈം ഉള്ളതിനെ നമുക്ക് ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കുറച്ച് സ്പേസ് ആരാണ് എടുത്തത്. അപ്പോൾ ഒരുപാട് സ്പേസ് എടുത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ കാൽക്കുലേഷൻസും ഒക്കെ ചെയ്യുന്ന ആൾക്കാരും കാണും. അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ ട്രിക്സ് വെച്ചിട്ട് പെട്ടെന്ന് ഒരു പ്രോബ്ലത്തിനെ സോൾവ് എടുക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ എത്ര സ്പേസ് യൂസ് ചെയ്തു ആ വെച്ചിട്ട് നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി നോക്കാം. അപ്പോൾ ഏറ്റവും സ്പേസ് കുറച്ചെടുത്ത പ്രോഗ്രാം ഏറ്റവും സൊല്യൂഷൻ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും. ഇനി ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് സംഭവമുണ്ട്. എന്തൊക്കെയാ? ഫ്രീക്വൻസി കൗണ്ടും അസിംപ്റ്റോണിക് നൊട്ടേഷനും. ഇനി നമുക്ക് നോക്കാം. ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ മെനി ടൈംസ് എ മെഷീൻ ഇൻസ്ട്രക്ഷൻ ഇസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ നമുക്കറിയാം മെഷീൻസിന് ഇഷ്ടംപോലെ ഇൻസ്ട്രക്ഷൻ, ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഇൻസ്ട്രക്ഷൻസ് കാണും അല്ലേ? അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി എടുത്ത സമയം, എത്ര സമയമാണ് മെഷീൻ ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ അതാണ് ഫ്രീക്വൻസി കൗണ്ട്. ഫ്രീക്വൻസി കൗണ്ട് ഓഫ് ഈച്ച് ഓപ്പറേഷൻ ക്യാൻ ബി യൂസ് ടു എസ്റ്റിമേറ്റ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ദ അൽഗോരിതം. ഇപ്പോൾ ഒരു അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ഓപ്പറേഷൻ്റെയും ഫ്രീക്വൻസി കൗണ്ട് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പം കമ്പാരിസൺ, നമ്മളൊരു പ്രോഗ്രാമിൻ്റെ കേസിൽ വരുമ്പം അതിൻ്റെ അകത്ത് കമ്പാരിസൺസ് ഉണ്ടാവും, അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, ലൂപ്സ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഓരോ വാല്യൂ ആയിട്ട് കൊടുക്കും. കമ്പാരിസൺസിൻ്റെ കേസിൽ ഇപ്പോൾ എ ഇസ് ഗ്രേറ്റർ ദാൻ പി അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു സി അങ്ങനെയുള്ള കമ്പയർ ചെയ്യുന്ന സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡർ ഓഫ് എൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ഓർഡർ ഓഫ് എന്നാണ്. ഓർഡർ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സൈസ്, ഇൻപുട്ടിൻ്റെ സൈസ് എത്രയാണോ അതായിരിക്കും എൻ അവിടെ വാല്യൂ വരുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് എ ഇസ് ഈക്വൽ ടു 5 അങ്ങനെയുള്ള കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ്സ് അവിടെ കോൺസ്റ്റൻറ്റ് ടൈമാണ് വരുന്നത്. സോ ഓർഡർ ഓഫ് 1 കൊടുത്താൽ മതി. ദെൻ ലൂപ്സ് ഓർഡർ ഓഫ് എൻ, അതും സെയിം തന്നെ. ഇൻപുട്ടിൻ്റെ സൈസ് എത്രയാണോ അതാണ് എന്നിൻ്റെ വാല്യൂ. ഇനി സൈഡിലൊരു റൂൾസ് കൊടുത്തിട്ടുണ്ട്. റൂൾസ് എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് വൺ ആണ് കമൻറ്റ്സ് ആൻഡ് ഡിക്ലറേഷൻ. കമൻറ്റും ഡിക്ലറേഷനും കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കൗണ്ട് 0 ഇടാനും പറഞ്ഞത്. കമൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ #ടാഗ് ഇട്ടിട്ട് ഇത് ഒരു ഫംഗ്ഷൻ കോളിനെ വിളിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് കമൻറ്റ്സ് പറയുന്നത്. കമൻറ്റ്സും ഡിക്ലറേഷൻസും ഇൻഡി എ അങ്ങനെയുള്ള ഡിക്ലറേഷൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം സ്റ്റെപ്പ് കൗണ്ട് 0. അതിനൊന്നും വലിയ സമയം എടുക്കില്ല, അതുകൊണ്ടാണ് സ്റ്റെപ്പ് കൗണ്ട് 0 പറയുന്നത്. ഇനി അടുത്താണ് റിട്ടേൺ ആൻഡ് അസൈൻമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്ത് ഒരു പ്രോഗ്രാമിൽ ലാസ്റ്റ് പറയുമ്പോൾ റിട്ടേൺ 1 അങ്ങനെയുള്ള ഒരു ലൂപ്പ് എക്സിറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടിയില്ലെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ റിട്ടേൺ ഓപ്പറേഷനും ദെൻ അസൈൻമെൻറ്റ് എ ഇസ് ഈക്വൽ ടു 5 അങ്ങനെയുള്ള അസൈൻമെൻറ്റ് ഓപ്പറേഷൻസിനും എല്ലാം സ്റ്റെപ്പ് കൗണ്ട് 1 കൊടുക്കാനാണ് പറയുന്നത്. ഇനി ഇഗ്നോർ ലോ ഓർഡർ എക്സ്പോണൻറ്റ് വെൻ ഹയർ ഓർഡർ എക്സ്പോണൻസ് ആർ പ്രസൻറ്റ്. ഇപ്പം n⁴ ഉണ്ട്, n�2 ഉണ്ട്. അപ്പോൾ അവിടെ ഹയർ ഓർഡർ എക്സ്പോണൻ്റ് ആയ n⁴ ആണ് അവിടുത്തെ ഹയർ ഓർഡർ. അതുകൊണ്ട് തന്നെ n�2നെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയും. അങ്ങനെയുള്ള എക്സ്പോണൻസിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഹയർ ഓർഡർ എക്സ്പോണൻസിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റിനെ വെച്ചാണ് എക്സാമ്പിൾ 1 പറയുന്നത്. നോക്കാം. ഫോർ എക്സാമ്പിൾ കൺസിഡർ 5n⁴ + 7n�3 + 10n⁴ 2 + n + 100. അപ്പോൾ ഇതിൽ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇഗ്നോർ ലോവർ ഓർഡർ എക്സ്പോണൻറ്റ് വെൻ ഹയർ ഓർഡർ എക്സ്പോണൻസ് ആർ പ്രസൻറ്റ്. അപ്പോൾ ലോവർ ഓർഡർ എക്സ്പോണൻസിനെ ഇഗ്നോർ ചെയ്യുക, ഹയർ ഓർഡർ എക്സ്പോണൻസിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ഇവിടുത്തെ ഹയർ എക്സ്പോണൻറ്റ് ആരാണ്? 5n⁴. n⁴ ആണ് ഇവിടുത്തെ ഹയർ എക്സ്പോണൻറ്റ്. n�3, n�2, n എല്ലാം ഉണ്ട്, പക്ഷെ അതിനെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യും. ഹയർ ആയിട്ടുള്ള ആൾ n⁴ ആയിരിക്കും ഇവിടെ നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ കോൺസ്റ്റന്റ് മൾട്ടിപ്ലയർ 100 ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലയറിനെ നമ്മൾ അതുപോലെ ഇതിൻ്റെ അകത്ത് വരുന്ന കോൺസ്റ്റൻസിനെയും എല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയും. എന്നിട്ട് ടൈം കോംപ്ലക്സിറ്റി എന്താണ്? ഓർഡർ ഓഫ് n⁴. അതാണ് ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി. ഇനി നമുക്ക് എക്സാമ്പിൾ 2 നോക്കിയാലോ. എക്സാമ്പിൾ 2ൻ്റെ അകത്ത് എന്താണ്? ഒരു കോഡാണ് അല്ലേ? ആ കോഡിൻ്റെ സ്റ്റെപ്പ് കൗണ്ട്, ഫ്രീക്വൻസി കൗണ്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻസും ഇങ്ങനെ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ഇൻസ്ട്രക്ഷനും എത്ര സ്റ്റെപ്പ് കൗണ്ട് ആണെന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് നോക്കിക്കേ, ഇൻഡ് സം ഇൻഡ് എ ഒരു അറയാണ് കൊടുത്തേക്കുന്നത്, ദെൻ ഇൻഡ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ അകത്ത്, ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് എല്ലാം എന്താണ് ആക്ച്വലി വരുന്നത്? ഡിക്ലറേഷൻ ആണ് വരുന്നത്. നമ്മൾ ലാസ്റ്റ് പോയിന്റിൽ റൂൾസിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു, ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കൗണ്ട് എന്താണ് അവിടുത്തെ? സ്റ്റെപ്പ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0 ആണ്
ഡിക്ലറേഷൻ്റെ അകത്ത് സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബ്രേസസിനൊരു സ്റ്റെപ്പ് കൗണ്ടും ഇല്ല. അതുപോലെ നെക്സ്റ്റ് ആണ് S ഈസ് ഈക്വൽ ടു 0. അതെന്താണ്? അസൈൻമെൻറ്റ് ഓപ്പറേഷൻ അല്ലേ, നമ്മൾ ഒരു ഈക്വൽ ടു എന്നുള്ള ഒരു അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എസിൻ്റെ വാല്യൂ 0 ആണ് എന്ന് അസൈൻ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റെപ്പ് കൗണ്ട് എത്രയാണ്? 1 ആണ്. അസൈൻമെൻറ്റ് ഓപ്പറേഷൻസിന് സ്റ്റെപ്പ് കൗണ്ട് 1 ആയിരിക്കും. ഇനി അടുത്തത് ഫോർ ലൂപ്പ്. ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? I ഈസ് ഈക്വൽ ടു 0, I ലെസ് ദാൻ ആൻഡ് I പ്ലസ് പ്ലസ്. അപ്പോൾ ഇതെല്ലാത്തിനെയും ഒരുമിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. മോസ്റ്റ്ലി ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള ആ ഓരോ ഇങ്ങനെ I ഈസ് ഈക്വൽ ടു 0, I പ്ലസ് I ലെസ് ദാൻ ആൻഡ് I പ്ലസ് പ്ലസ്. അപ്പോൾ അതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ആദ്യത്തെ എന്താണ്? I ഈസ് ഈക്വൽ ടു 0. I ഈസ് ഈക്വൽ ടു 0യ്ക്ക് നമ്മൾ എന്താണ്? അത് ആക്ച്വലി I ഈസ് ഈക്വൽ ടു 0 എന്തായിരിക്കും? ഇത് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ആണ്. അതുകൊണ്ട് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ 1 പ്ലസ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. I ലെസ് ദാൻ എന്താണ്? കമ്പാരിസൺ ആണ് അല്ലേ, കമ്പാരിസൺ. അതുപോലെ തന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ലെസ് ദാൻ അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. ഈ ഒരു ഫോർ ലൂപ്പ് തീരുന്ന വരെ I ലെസ് ദാൻ 1 ആ ഒരു ഓപ്പറേഷൻ കറക്റ്റ് ആവുന്നത്, ട്രൂ ആവുന്നത് വരെ നമ്മൾ ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ n+1 ടൈംസ് ടൈംസും വരും. ഈ ലൂപ്പ് എപ്പോഴാണ് ഔട്ട് ആവുന്നത്, അതായത് ലൂപ്പ് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? n ടൈംസ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേഷനും കൂടെ ചെയ്യുമ്പോഴത്തേക്കാണ് തെറ്റായി പോകുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കണം n+1 എന്ന് എടുക്കേണ്ട വരും. n ടൈംസ് ലൂപ്പ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു തവണയും കൂടെ വർക്ക് ചെയ്താലേ അത് എക്സിറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് n+1 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 + n+1 പ്ലസ് ഇനി എന്താണ്? I++ ആണ് അടുത്ത സംഭവം. I++ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? n ടൈംസ് ആണ് ആ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് n എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് കൗണ്ട് എത്രയാണ്? I ഈസ് ഈക്വൽ ടു 1, അതിന് 1 ഒരു സ്റ്റെപ്പ് കൗണ്ട് കൊടുക്കും. പ്ലസ് I ലെസ് ദാൻ n ടൈംസ് പ്ലസ് ഒരു ലൂപ്പും കൂടെ വർക്ക് ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് n+1 ടൈംസ്. ലാസ്റ്റ് I++, അത് n ടൈംസ് വർക്ക് ചെയ്യത്തുള്ളൂ, ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ. അതുകൊണ്ട് n. അങ്ങനെയാണ് 1 + n+1 + n എന്ന് നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് കൊടുത്തത്. ഇനി അടുത്ത് നെക്സ്റ്റ് ആണ് S ഈസ് ഈക്വൽ ടു S + A of I. അപ്പോൾ അവിടെ ഒരു അതും ഒരു എന്താണ് അഡീഷനും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇതും എന്താണ്? ഈ ഒരു സംഭവം ഫോർ ലൂപ്പിൻ്റെ അകത്ത് വരുന്നതാണ് അല്ലേ. ഫോർ ലൂപ്പ് എത്ര വർക്ക് ചെയ്യുന്നു അത്രേ തന്നെ ഈ ഒരു ഓപ്പറേഷൻ വർക്കാവും. അതുകൊണ്ട് തന്നെ നമ്മളവിടെ പറയാം n ടൈംസ് ആണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് കൗണ്ട് n ആണ്. നെക്സ്റ്റ് റിട്ടേൺ നമ്മൾ പഠിച്ചാണ്. റിട്ടേൺ S എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ റിട്ടേണിൻ്റെ സ്റ്റെപ്പ് കൗണ്ട് എത്രയാണ്? 1 ആണ്. റിട്ടേൺ വന്നാലും അതുപോലെ അസൈൻമെൻറ്റിനും എല്ലാം 1 ആയിരിക്കും അതിൻ്റെ സ്റ്റെപ്പ് കൗണ്ട്. സോ 1 നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യണം. 4 1 ഉണ്ട്. സോ 4 കൊടുക്കും. ദെൻ n എല്ലാം കൂടെ ആഡ് ചെയ്ത് 3n+4 നമ്മൾ ജസ്റ്റ് അതെല്ലാം കൂടെ ആ സ്റ്റെപ്പ് കൗണ്ട് ഫുള്ളും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഫൈനലായിട്ട് എൻ്റെ ആൻസർ കൊടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ആൻസർ കിട്ടി. സ്റ്റിൽ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി ആയിട്ടില്ല. സ്റ്റെപ്പ് കൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ, ഫ്രീക്വൻസി കൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. സോ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഓർഡർ ഓഫ് 3n+4. അപ്പോൾ അവിടുത്തെ ഹയർ എക്സ്പോണൻ്റ് ആരാണ്? 3n ആണ്. 4നെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്നു. 3n ആയിരിക്കും അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ ടൈം കോംപ്ലക്സിറ്റി ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് n ആണ് അവിടെ വരുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എക്സാമ്പിൾ 3ക്കകത്ത് ഒരു പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ സ്റ്റെപ്പിനും എത്ര സ്റ്റെപ്പ് കൗണ്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് അതിൻ്റെ സ്റ്റെപ്പ് കൗണ്ട് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ ഇപ്പോൾ നിങ്ങളൊരു കോഡ് എഴുതി അതിൻ്റെ സ്റ്റെപ്പ് കൗണ്ട് കണ്ടുപിടിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ ഒരു കോഡ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അത് തന്നെ പഠിച്ചു വെച്ചാൽ മതി. എന്നിട്ട് അത് എക്സാമ്പിളായിട്ട് എഴുതാൻ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ നിങ്ങളായിട്ട് എഴുതേണ്ടി വരും, അല്ലെങ്കിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ എഴുതുന്നതായിരിക്കും നല്ല. അപ്പോൾ നിങ്ങൾ ഒരെണ്ണം പഠിച്ചതങ്ങ് വെച്ചാൽ മതിയല്ലോ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇൻറ്റ് എന്താണ്? ഡിക്ലറേഷൻ അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും സ്റ്റെപ്പ് കൗണ്ട്. ദെൻ ബ്രേസസ് മൈൻഡ് ചെയ്യേണ്ട. നെക്സ്റ്റ് ആണ് ഇൻറ്റ് പാർഷ്യൽസം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻറ്റാണ് അഗെയിൻ ഡിക്ലറേഷൻ. അതുകൊണ്ട് തന്നെ 0. നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ചില സാധനങ്ങൾ ഇട്ട് തരുന്നത്. പാർഷ്യൽസം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് സോ അത് നോക്കണ്ട. ഇൻറ്റ് അവിടെ ഡിക്ലറേഷൻ, സോ 0. ദെൻ പാർഷ്യൽസം ഈസ് ഈക്വൽ ടു 1. അഗെയിൻ എന്താണ്? അസൈൻമെൻറ്റ് ഓപ്പറേഷൻ. സോ അവിടുത്തെ സ്റ്റെപ്പ് കൗണ്ട് എത്രയാ? 1 ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് ഫോർ ലൂപ്പ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇൻറ്റ് I ഈസ് ഈക്വൽ ടു 1, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, I++. I ഈസ് ഈക്വൽ ടു 1 അവിടെ ഒരു എന്താണ് അസൈൻമെൻ്റ് ആണ്. അപ്പം 1 കൊടുത്തു. ദെൻ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതുകൊണ്ട് തന്നെ n+1. ലാസ്റ്റ് എക്സാമ്പിളിൽ പറഞ്ഞ സെയിം സാധനം n+1. അത് കഴിഞ്ഞിട്ട് എന്താ? അത് n+, കാരണം n ടൈംസ് ആ ലൂപ്പ് വർക്ക് ചെയ്യും. ഒരെണ്ണം കൂടെ കഴിയുമ്പോഴാണ് ആ ലൂപ്പ് ഫോൾസ് ആയിട്ട് വരുന്നതും ഔട്ട് ആവുന്നതും. അതുകൊണ്ടാണ് n+1 എന്ന് കൊടുത്തേക്കുന്നത്.
ഇനി i ++ എന്ന് പറയുമ്പോൾ n ആണ് അവിടെ വരുന്നത്, n ടൈംസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ സ്പേസ് കോംപ്ലക്സിറ്റി ആൻഡ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ആൻ അൽഗോരിതം. വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് ഞാനിത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.